അപ്പോൾ ഇത് കേരളത്തിലെ മുജാഹിദുകളെ വഹാബികളെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകളെന്നും സലഫികളെന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ മുജാഹിദ് വിഭാഗത്തെ വിളിക്കാൻ ഇതിൽ ഏത് പേരായിരിക്കും വളരെ ആപ്റ്റായ ഒരു പേര് പറയുകയാണെങ്കിൽ? ഓരോ പേരും ഓരോ സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ സലഫികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർവികരായ ആളുകൾ, അതായത് ഉത്തമ നൂറ്റാണ്ട് എന്ന് നമ്മൾ പറയും. അതായത് പ്രവാചകൻ ജീവിച്ച നൂറ്റാണ്ട്, പിന്നെ അതിനടുത്ത തലമുറ, പിന്നെ അതിനടുത്ത തലമുറ, ഈ 3 തലമുറ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളെ പിൻപറ്റുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ് സലഫികൾ എന്ന് വിളിക്കുന്നത്. ഇസ്ലാഹി എന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം എന്നറിയപ്പെടാനുള്ള ഒരു കാരണം അതുകൂടിയാണ്. ഇവിടെ മുജാഹിദുകൾ നടത്തിയ നവോത്ഥാന പ്രവർത്തനം നമുക്കറിയാം. 1920-കൾ മുതലാണ് ഈ ഒരു സംഘടിതമായ നവോത്ഥാന പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത്. ആ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഒരു പേര് മുജാഹിദ് പ്രസ്ഥാനത്തെ നമ്മൾ വിളിക്കുന്നത്. മറ്റൊന്ന് വഹാബികൾ എന്നത് യഥാർത്ഥത്തിൽ ഒരു ആക്ഷേപമായി ആളുകൾ പറയുന്നതാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന നവോത്ഥാന പ്രവർത്തനം, അത് ഇന്നത്തെ സൗദി അറേബ്യയെ രൂപപ്പെടുത്തുന്നതിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി മരണപ്പെട്ടല്ലോ, അവിടുത്തെ ഭരണകൂടം ആൽ സൂദ് എന്നും അവിടുത്തെ പണ്ഡിതന്മാർ ആൽ ഷെയ്ഖ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ആൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്ന ആശയമാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആളുകൾ, അതൊരു പുതിയ ആശയമാണ്, പുതിയ ഒരു ചിന്താഗതിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ പൗരോഹിത്യം വിളിച്ച ഒരു പേരാണ് വഹാബി എന്ന് പറയുന്നത്. സ്വീകാര്യമായ ഒരു പേരല്ല, അല്ല, നമ്മളത് അംഗീകരിക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അബ്ദുൽ വഹാബ് അല്ല നമ്മുടെ ആശയ സ്രോതസ് എന്ന് പറയുന്നത്. ഒരു നവോത്ഥാനത്തിൻ്റെ നീണ്ട ചരിത്രത്തിൽ സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന നവോത്ഥാന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു മഹാനായ മനുഷ്യൻ എന്നുള്ള ഒരു പണ്ഡിതൻ എന്നുള്ള നിലയിലാണ് നമ്മൾ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കാണുന്നത്. അതിലൊരു തർക്കത്തിൻ്റെ കാരണം ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിലുള്ള ഒരു മസോണിസ്റ്റ് ത്രയങ്ങൾ എന്നൊക്കെ സുന്നി വിശേഷിപ്പിക്കുന്ന അവരുടെ ഒരു പാരമ്പര്യമാണ് ഇവിടുത്തെ മുജാഹിദുകൾ പിൻപറ്റുന്നത് എന്നുള്ളതാണ്. അൽമനാറിലെ ലേഖനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ രണ്ടും കൂടിയാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള സ്വാധീനമുണ്ട്, മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ആ സ്വാധീനമുണ്ട്, അതേപോലെ ഈജിപ്തിൽ നിന്നുള്ള സ്വാധീനമുണ്ട്. കാരണം അന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള ആളുകൾ, ഇപ്പം ഇവിടെ അൽമനാർ, റഷീദ് റിളിയുടെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ അവരെ സ്വാധീനിക്കുകയും ആ നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ അടിസ്ഥാന സ്രോതസ് എന്താണോ വിശുദ്ധ ഖുർആൻ പറയുന്നത്, എന്താണോ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, അതായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിൽ രണ്ടിലും രണ്ട് വ്യത്യസ്ത ധാരകളാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 1979 പുളിക്കൽ സമ്മേളനത്തോടു കൂടിയാണ് ഈ സലഫിസത്തിൻ്റെ ഒരു സ്വാധീനം കൂടുതലായി മുജാഹിദ് പ്രസ്ഥാനത്ത് വരുന്നത്. അതിന് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിനു മുൻപ് ഈ ഒരു ഈജിപ്ഷ്യൻ ജമാലുദ്ദീൻ അവരുടെയൊക്കെ ഒരു പാരമ്പര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊരു റാഡിക്കൽ മുജാഹിദ് വിഭാഗങ്ങളാണ് സൗദി പാരമ്പര്യത്തിൽ വരുന്നതെന്നും കുറച്ചുകൂടി ലിബറൽ സമീപനമാണ് ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിനെന്നും ആ ലിബറൽ സമീപനമാണ് കേരളത്തിലെ മുജാഹിദുകൾ തുടക്കത്തിൽ ഈ ഐക്യസംഘത്തിൻ്റെ രൂപീകരണം മുതൽ പിന്തുടർന്നത് എന്നുള്ളതാണ് സുന്നികളുടെ ഒരു ആക്ഷേപം. അത് വസ്തുതാ വിരുദ്ധമാണത്. ഞാനീ പറഞ്ഞതുപോലെ രണ്ട് ചിന്താഗതിയുടെയും സ്വാധീനം എന്തുണ്ടായിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ ഈജിപ്ഷ്യൻ സ്വാധീനമാണെന്ന് അങ്ങനെയല്ല. കാരണം അതിനും ഇപ്പോൾ പുളിക്കൽ സമ്മേളനത്തിന്റെ മുമ്പാണല്ലോ കെ എം മൗലവിയൊക്കെ ജീവിച്ചിരുന്നത്. കെ എം മൗലവിയൊക്കെ സൗദി അറേബ്യയിൽ പോവുകയും അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് സംസാരിക്കുകയും അവിടുത്തെ ഭരണകൂടത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം കെ മൗലവിയുടെ കാലം മുതൽ തന്നെ സൗദി അറേബ്യയുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പക്ഷേ രണ്ടിനും വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ സൗദിയിലൊക്കെ ആണെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്ന ഈ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ ഫോളോ ചെയ്യുന്നവർ മാത്രം ശരിയെന്നും മറ്റുള്ളവരെ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്കൊക്കെ പോയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല. കുറച്ചുകൂടി ഒരു ലിബറലായ സമീപനമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഫോളോ അപ്പാണ് ഇവിടെ കേരളത്തിൽ നടന്നതെന്നുള്ളതാണ് ചരിത്രപരമായി വായിക്കുമ്പോൾ നമുക്കും മനസ്സിലാവും. അല്ല, അത് ഈ പറഞ്ഞതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെയും അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പ്രചരണമാണ് ഈ അക്രമം, കൊല, അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൊന്നത്. സ്വാഭാവികമായും ഭരണകൂടങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഏത് രാജ്യത്താലും. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടത്തേക്ക് കടന്നു വന്നു, ഹിന്ദു ഭരണാധികാരികളെ മുസ്ലിം ഭരണാധികാരികൾ കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്നതിലുള്ള ഒരു വസ്തുതാ വിരുദ്ധത ഉണ്ടല്ലോ. അത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത്. അതുപോലെ ഈ സൗദി അറേബ്യയും അത് കേന്ദ്രമായി ഭരണം നടത്തുകയും ചെയ്തിരുന്ന ആളുകൾ
തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് പോലും വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിച്ചപ്പോൾ അവിടത്തേക്ക് മറ്റു ഭരണാധികാരികൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ കടന്നു വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നുള്ളതല്ലാതെ ഇതിനെതിരെ നിൽക്കുന്ന ആളുകളെ മുഴുവൻ കൊന്നൊടുക്കി വന്നു എന്ന ഒരു പ്രചാരണം ശരിയല്ലാത്ത അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല. അല്ലല്ല. അവിടെ ഈ ആക്രമിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് അവരുടെ മുതലുകൾ പങ്കിട്ടെടുക്കുന്ന അതിനൊരു പ്രത്യേക അറബി പദമൊക്കെ ഉപയോഗിക്കാറുണ്ട്, കനീമത്തുകൾ. അതാണ് പറയുന്നത്, സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്. അതിപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണം നമുക്ക് വേഗം മനസ്സിലായാൻ ഈ ഒരു ഉദാഹരണം മതി. ഇപ്പം ഇവിടത്തേക്ക് കടന്നു വന്ന മുസ്ലിം ഭരണാധികാരികൾ ചിലപ്പോൾ പലപ്പോഴും അത്തരം ഭരണാധികാരികളെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് പോലും ആരായിരിക്കും? ഈ രാജാവിനോട് വിരോധമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ പെട്ട അമുസ്ലിം രാജാക്കന്മാരോ അല്ലെങ്കിൽ തൊട്ടടുത്ത നാട്ടുരാജാക്കന്മാരോ ആവും. അപ്പോൾ ആ അക്രമത്തിൽ സ്വാഭാവികം ലഭിക്കുന്ന യുദ്ധമുതലുകൾ എന്ത് ചെയ്യും? അത് വീതിക്കപ്പെടില്ല. അതല്ലാതെ മുസ്ലിമും തമ്മിലുള്ള യുദ്ധമല്ല, ഈ മുസ്ലിം അല്ല അതിനെ. അപ്പോൾ സ്വാഭാവികമായും അതുപോലെ ഈ രാജ്യങ്ങൾ ഇതൊക്കെ അന്നും അവിടെയും എന്ത് തന്നെയാണ്, ഈ നാട്ടുരാജ്യങ്ങളും നാട്ടുഭരണാധികാരികളും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വരവിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് യുദ്ധം നടന്നാൽ യുദ്ധമുതലുകൾ വീതിക്കപ്പെടുക എന്നുള്ളത്. അതല്ലാതെ ഈ ഒരു തരത്തിൽ എല്ലാവരെയും ആക്രമിക്കുകയും സൗദി അറേബ്യയുടെ അത്തരം കാര്യങ്ങളിലെ നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ട് സ്വാധീനം ഉണ്ട് രണ്ട് സ്വാധീനം ഉണ്ട് എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രകടമായി ആശയപരമായ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി സ്വതന്ത്രമായ ചില വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഇവരുടെ ഈജിപ്ഷ്യൻ ലൈനിൽ നമുക്ക് കാണാൻ കഴിയും. നേരെ മറിച്ച് പ്രമാണങ്ങളോട് കുറച്ചുകൂടി കൂറു പുലർത്തുന്ന സമീപനം ഈ സൗദി അറേബ്യയുടെ സമീപനത്തിലാണ്. അവിടെ നിന്നുണ്ടാകുന്ന ആ ഒരു ലൈനിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടും കൂടി ചേർന്ന ഒരു സമീപനമാണ് കേരളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തു നിന്ന് വന്നതിനോട് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ്, കമ്മിറ്റ്മെന്റ്, കടപ്പാട് ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ പ്രമാണങ്ങളെ മാത്രമാണ് ഈ വിഷയത്തിൽ പരിഗണിക്കുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയുടെ ലൈന് എന്നൊക്കെ പറയുമ്പോൾ അതിലിപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഈ പണ്ഡിതന്മാർ പറയുന്ന നിലപാടുകളും പ്രമാണങ്ങൾക്കെതിരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാറ്റിവെക്കാറുണ്ട്. അതേപോലെ ജമാലുദ്ദീൻ അഫ്ഗാനിയെ മുഹമ്മദ് അബ്ദയായാലും ഇനി അതല്ലെങ്കിൽ റഷീദ് അലിയായാലും അവരുടെ പ്രമാണവിരുദ്ധമായ വീക്ഷണങ്ങളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാറ്റിവെക്കാറുണ്ട്. കാരണം അതിനേക്കാൾ വലിയ പണ്ഡിതന്മാരായിരുന്നല്ലോ ഈ മദ്ഹബിന്റെ ഇമാമുകൾ. അതെ, ഈ മദ്ഹബിന്റെ ഇമാമുകൾ എന്ന് പറഞ്ഞ ഇവരെക്കാളൊക്കെ വലിയ പണ്ഡിതർ. അതിനെപ്പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അന്ധമായി സ്വീകരിക്കാൻ പാടില്ല എന്ന നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.